നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന വനിതാ കമ്മീഷൻ രണ്ടു തരം നീതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. കേവലം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കമ്മീഷൻ കണ്ണൂരിൽ K സുധാകരനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും പോലീസിലും വനിതാ കമ്മീഷനിലും രേഖാമൂലം പരാതി നൽകിയ രമ്യയ്ക്ക് നീതി ലഭ്യമാക്കിയില്ലെന്നുമാണ് ആരോപണം. LDF കൺവീനർ പൊന്നാനിയിലും കോഴിക്കോടും രമ്യയ്ക്കെതിരെ നടത്തിയ അശ്ലീല പ്രസംഗത്തിനെതിരെയാണ് പരാതി നൽകിയത്. LDF കൺവീനർ പൊന്നാനിയിലും കോഴിക്കോടും രമ്യയ്ക്കെതിരെ നടത്തിയ അശ്ലീല പ്രസംഗത്തിനെതിരെയാണ് പരാതി നൽകിയിരുന്നത്. പോലീസിൽ നിന്നും വനിതാ കമ്മീഷനിൽ നിന്നും നീതി ലഭിക്കാതായപ്പോൾ നേരിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നു. വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാവാതിരുന്നത് വനിതാ കമ്മീഷന്റെ നിലപാട് അങ്ങേയറ്റം ഖേദകരമാണെന്നും കമ്മീഷന്റെ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയമുണ്ടാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിളിച്ചന്വേഷിക്കാനുള്ള മര്യാദ പോലും കമ്മീഷൻ കാണിച്ചില്ലെന്നും രമ്യ ഹരിദാസ് കുറ്റപ്പെടുത്തി. എന്നാൽ രമ്യ ഹരിദാസിനെ പൊതുവേദിയിൽ ആക്ഷേപിച്ച പരാതിയിൽ LDF കൺവീനർ A വിജയരാഘവനെതിരെ കേസ് എടുക്കേണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം. വിജയരാഘവൻ കേസ് എടുക്കത്തക്ക കുറ്റം ചെയ്തിട്ടില്ലെന്ന നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച മലപ്പുറം SP തൃശൂർ റേഞ്ച് IGക്കും റിപ്പോർട്ട് നൽകി. രമ്യ ഹരിദാസ് നേരിട്ടും രമേശ് ചെന്നിത്തലയും പൊന്നാനിയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നിവർ പരാതി നൽകിയിട്ടും കേസ് എടുക്കാത്തത് അംഗീകരിക്കാനാവില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പരസ്യമായി ആക്ഷേപിച്ച A വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വിജയരാഘവന്റെ മോശം പരാമർശത്തിനെതിരെ പരാതി നൽകിയിട്ടും മൊഴിയെടുത്തതല്ലാതെ പോലീസ് തുടർ നടപടി എടുത്തില്ലെന്നും ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പോലീസ് തനിക്ക് നീതി നിഷേധിച്ചെന്നും ഹർജിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് MK രാഘവനെ വേട്ടയാടുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നടപടി അംഗീകരിക്കില്ല. ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം ഒരു സ്ത്രീയെ ആക്ഷേപിച്ചു എന്ന പരാതിയിൽ വേണ്ട രീതിയിൽ നടപടിയെടുക്കാനോ അന്വേഷിക്കാനോ മനസ്സില്ലാത്ത ഭരണകൂടമാണോ ഇവിടെയുള്ളത്? ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.